ഈ വീഡിയോയിൽ നമ്മൾ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്താണെന്നും ഇവ ഉപയോഗിച്ച് എങ്ങനെ മികച്ച ഓഹരികൾ തിരഞ്ഞെടുക്കാമെന്നും നോക്കാം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിക്ഷേപത്തിനായി തിരഞ്ഞെടുക്കുന്ന ഒരു കമ്പനിയുടെ ക്വാളിറ്റി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ വിശകലനം ഉപയോഗിക്കുന്നത്. ഇതിൽ എന്തെല്ലാം തരത്തിലുള്ള വിശകലനങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. ആദ്യമായി ഒരു കമ്പനിയുടെ ബിസിനസ് മോഡലാണ് പരിശോധിക്കുന്നത്. അതായത് ഒരു കമ്പനി എന്ത് തരത്തിലുള്ള ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നു, മുഖ്യമായ വരുമാന സ്രോതസ്സുകൾ എന്തെല്ലാം മുതലായ കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. അടുത്തതായി കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ആണ് നോക്കുന്നത്. അതായത് ഭാവിയിൽ പ്രസ്തുത കമ്പനി അതേ സെക്ടറിൽ നിന്നും വളർന്നു വരുന്ന മറ്റ് കമ്പനികളിൽ നിന്നുള്ള കിടമത്സരത്തെ അതിജീവിക്കാൻ കഴിയുന്നതാണോ, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ മികവുറ്റതാണോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കുന്നത്. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഏഷ്യൻ പെയിന്റ്സ്, ടൈറ്റാൻ, പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ബ്രിട്ടാനിയ തുടങ്ങിയ പല കമ്പനികളും അവയുടെ ഉൽപ്പന്നങ്ങളിലൂടെയാണ് കൂടുതലും അറിയപ്പെടുന്നത്. ടൈറ്റാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ വാച്ചുകളും ജ്വല്ലറി ബ്രാൻഡായ തനിഷ്കും ഓർമ്മ വരുന്നത് പോലെ തന്നെ പിഡിലൈറ്റ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഇപ്പോഴും ഈ കമ്പനിയെക്കുറിച്ച് അറിയില്ലെങ്കിലും അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അറിയാതിരിക്കില്ല. ഫെവിക്കോൾ, ഫെവിക്വിക്ക്, ഡോക്ടർ ഫിക്സിറ്റ് തുടങ്ങിയ അവരുടെ പ്രൊഡക്റ്റുകളെക്കുറിച്ച് കേൾക്കാതിരിക്കാൻ വഴിയില്ല. ഇതുപോലെ തന്നെയാണ് ബ്രിട്ടാനിയ എന്ന് കേൾക്കുമ്പോൾ ബിസ്ക്കറ്റുകൾ ഓർമ്മ വരുന്നതും. പണ്ട് കാലങ്ങളിൽ വി-ഗാർഡ് എന്നറിയുന്നതിനു മുൻപ് അവർ ഇറക്കിയിരുന്ന സ്റ്റെബിലൈസറിനെ കുറിച്ചാണ് അധികവും കേട്ട് പരിചയമുണ്ടായിരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. പെപ്സി, മൗണ്ടൻ ഡ്യൂ പോലുള്ള ലോകോത്തര ബ്രാൻഡായ ശീതള പാനീയങ്ങൾ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. പക്ഷേ ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കമ്പനി വരുൺ ബിവറേജസ് ആണെന്ന് അധികം ആർക്കും അറിയില്ല. ഇതിനെയാണ് ഒരു കമ്പനിയുടെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത്തരം കമ്പനികൾ മുൻപേ കണ്ടുപിടിക്കുന്നതിലാണ് ഒരു നിക്ഷേപകന്റെ വിജയം. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ അടുത്തതായി നോക്കുന്നത് പ്രസ്തുത കമ്പനികൾ ഉൾപ്പെട്ട ഇൻഡസ്ട്രിയെക്കുറിച്ചാണ്. അതിൻ്റെ ഉപഭോക്തൃ അടിത്തറ, സ്ഥാപനങ്ങൾക്കിടയിലുള്ള മാർക്കറ്റ് ഷെയർ, വ്യവസായ വ്യാപകമായ വളർച്ച, മത്സരം, നിയന്ത്രണങ്ങൾ, ബിസിനസ് സൈക്കിളുകൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിച്ച് വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് പഠിക്കുന്നത് ഒരു നിക്ഷേപകന് ഒരു കമ്പനിയുടെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകും. അടുത്തതായി പരിശോധിക്കുന്നത് മാനേജ്മെന്റിനെയാണ്. ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മാനേജ്മെന്റ് ആണെന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇത് യുക്തിസഹജമാണ്. പ്ലാൻ ശരിയായി നടപ്പാക്കുന്നതിൽ കമ്പനിയുടെ നേതാക്കൾ പരാജയപ്പെട്ടാൽ മികച്ച ബിസിനസ് മോഡൽ പോലും നശിച്ചു പോകും. റീറ്റെയിൽ നിക്ഷേപകർക്ക് മാനേജർമാരെ കാണാനും യഥാർത്ഥത്തിൽ വിലയിരുത്താനും പ്രയാസമാണെങ്കിലും അവർക്ക് കോർപ്പറേറ്റ് വെബ്സൈറ്റ് നോക്കാനും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ബോർഡംഗങ്ങളുടെയും റെസ്യൂമേകൾ പരിശോധിക്കാനും കഴിയും. മുൻപത്തെ ജോലികളിൽ അവർ എത്ര നന്നായി പ്രവർത്തിച്ചു, ഏതെങ്കിലും തരത്തിലുള്ള തിരിമറികളോ മറ്റു വിവാദങ്ങളിലോ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ ഇനി നോക്കുന്നത് കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഇതിൽ മുഖ്യമായും നോക്കുന്നത് മാനേജ്മെന്റിന് അഥവാ ഡയറക്ടർമാർക്ക് നിക്ഷേപകരോടുള്ള സമീപനവും ഉത്തരവാദിത്തങ്ങളും സുതാര്യതയുമാണ്. അതുപോലെ തന്നെ കമ്പനികൾ സ്ഥിരമായി ലാഭവിഹിതം കൊടുക്കാറുണ്ടോ, ഓഹരി ഉടമകൾക്ക് ബോണസ്, സ്പ്ലിറ്റ് എന്നിവ പ്രഖ്യാപിക്കാറുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് കോർപ്പറേറ്റ് ഗവേണൻസിൽ പരിശോധിക്കുന്നത്. കഴിഞ്ഞ 2 വീഡിയോകളും ഈ വീഡിയോയും അടക്കം 3 ഭാഗങ്ങളായി അപ്ലോഡ് ചെയ്തതിൽ നിന്നും ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് ഏകദേശ രൂപമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്നത് ടെക്നിക്കൽ അനാലിസിസ് എന്താണെന്നും അവ എന്തിനുപയോഗിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. ഓഹരി വിപണിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.